ഇനി കാണാൻ പോകുന്ന മാംഗല്യം സീരിയലിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ്. അപ്പോൾ അതായത് ഇനി ശനിയാഴ്ച രാത്രി കാണാൻ പോകുന്ന ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസ് ആൻഡ് ഷെയർസ് ലൈക്സ് ഇടാൻ ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒന്ന് സന്ധ്യയുടെ കാര്യമാണ്, മറ്റൊന്നെന്ന് പറയുന്നത് സച്ചിദാനന്ദ് ഇവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്ന ഒരു കാര്യം കൂടെ. പിന്നെ അതിനേക്കാളും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവന്തിക ഈ വരുന്ന വനിതാ പോലീസുകാരുടെ വലിയൊരു നോട്ടപ്പുള്ളിയായി തന്നെ മാറുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയുന്നതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എന്താണ് ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത്, നന്ദൻ എന്താണ് ഈ പോലീസുകാരെ നെല്ലിശ്ശേരിയുടെ വീട്ടിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ നോക്കാൻ ആയ പണി 58 ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ACP കാർത്തിക്കും ACPൻ്റെ കാർത്തിക്കിൻ്റെ ടീമിനകത്തുള്ള ബാക്കിയുള്ള പോലീസുകാരാണ് വന്നിരിക്കുന്നത്. അതിന് കൂടെ ആ വനിതാ പോലീസ് ഓഫീസറും ഉണ്ട്. നടനായ നന്ദനാണെങ്കിൽ ഈ ധനുഷിൻ്റെ ഒരു കൊനഷ്ട ഉപദേശം കേട്ടുകൊണ്ട് ആ മണ്ടത്തരങ്ങളെല്ലാം ACP കാർത്തികിൻ്റെ മുന്നിൽ വിളമ്പുന്നത്. അതായത് സച്ചി മിസ്സിങ് ഒന്നുമല്ല സാർ, അർച്ചനയ്ക്ക് വെറുതെ തോന്നലാണ് സാർ, അതുകൊണ്ട് ഇന്ന് ദയവ് ചെയ്ത് എന്താണ് ഞങ്ങളെ ഉപദ്രവിക്കാതെ പോകണം, ഈ വീട്ടിൽ നാളെ ഒരു കല്യാണം നടക്കാതിരിക്കുമോ എന്നൊക്കെ പറയുമ്പം ACP കാർത്തിക്ക് അതിനൊന്നും വഴങ്ങില്ല. ACP കാർത്തിക് പറയുന്നത് കല്യാണത്തിന് ഞങ്ങൾ വന്നതിന് തമ്മിൽ ഒരു സംബന്ധമില്ല. പിന്നെ സച്ചി മിസ്സിങ് ആണെന്നുള്ള കാര്യം അർച്ചന പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻ്റ് ആണ്. സാറിന് സച്ചി മിസ്സിങ് അല്ല എന്ന് തോന്നിയാലും അർച്ചന സച്ചിയുടെ വൈഫാണ്. അപ്പം അർച്ചന പറയുന്ന കേസ് എനിക്ക് മുഖവിലയ്ക്ക് എടുക്കാതിരിക്കാൻ കഴിയത്തില്ല. പോരാ തന്നെ ശാലിനി മാഡം വേറെ ഈ കാര്യത്തിന് അന്വേഷിക്കണമെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഈ കേസ് അന്വേഷിക്കാതെ പോകാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളോട് സഹകരിച്ചേ പറ്റത്തുള്ളൂ കാർത്തിക്ക് പറയുക. അപ്പോഴത്തേക്ക് വീണ്ടും ഈ നന്ദൻ ഇത് തന്നെ പറയുവാണ്. അതായത് അയൽവാസികളൊക്കെ എന്ത് വിചാരിക്കുന്നു പറയുമ്പോഴത്തേക്കും ആ വനിതാ പോലീസ് പറയുന്നുണ്ട്, സാർ ഒരു കാര്യം പറയട്ടെ, ഇനിയിപ്പോൾ അർച്ചന തന്നെ ഈ കേസ് പിൻവലിച്ചെന്ന് ഇരിക്കട്ടെ, എന്നാൽ ഞങ്ങൾക്ക് ഈ കേസ് അന്വേഷിക്കാതെ പോകുമല്ല. കാരണം സച്ചിദാനന്ദൻ ഈ നാട്ടിലെ വലിയൊരു ബിസിനസ്മാനാണ്. അങ്ങനെ ഒരു ബിസിനസ്മാന് ഈ രാത്രി കാണാതായിരിക്കണം, ഈ സിറ്റിയിൽ നിന്ന് കാണാതായിരിക്കുമ്പം ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ സ്വമേധയാ കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സാർ കോപ്പറേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഫസ്റ്റ് മനസ്സില്ലാ മനസ്സോടെ ഈ ACP കാർത്തികിനെയും ടീമിനൊക്കെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും അപ്പം എല്ലാവരും ഉണ്ട് താഴത്തെ നിലയിൽ തന്നെ. ഈ അവന്തികയ്ക്കും ധനുഷിനൊത്തൊക്കെ പറഞ്ഞാലും ഇച്ചിരി പേടിയുണ്ട്, കാരണം കള്ളത്തരങ്ങളൊക്കെ പിടിപെടുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് അർച്ചനയോടാണ് ACP കാർത്തിക് ചോദിക്കുന്നത്, അതായത് സച്ചി മിസ്സിങ് ആണെന്ന് അർച്ചനയ്ക്ക് തോന്നാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എന്നോട് പറയാൻ സച്ചിയേട്ടൻ ഒന്നും ചെയ്യത്തില്ല, സച്ചിയേട്ടൻ സാധാരണ ഇങ്ങനെ വൈകിയാലും വിളിച്ച് പറയുന്നത്, പക്ഷേ ഇന്ന് ഇത്രയും നേരമായിട്ട് വിളിച്ച് പറഞ്ഞിട്ടില്ല, അതുപോലെ ഇന്ന് നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ട് പോയതാണ്, അപ്പം പിന്നെ കാണാതാകുമ്പം എനിക്ക് അതിൻ്റെ ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് എന്താണ് ACP ചോദിക്കുന്നുണ്ട് ഈ കാര്യത്തിൻ്റെ അത് അർച്ചനയ്ക്ക് പ്രധാനമായ ഒരു പ്രത്യേകിച്ച് ഡൗട്ട് തോന്നാൻ പ്രത്യേക കാര്യങ്ങൾ എന്തൊക്കെയാണ് വന്നത്, ഇന്ന് രാവിലെ തൊട്ട് നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് പറയുന്നറിയുമ്പം അർച്ചന പറയുന്നുണ്ട്, രാവിലെ സച്ചി ഓഫീസിൽ പോകാൻ ഇറങ്ങിയപ്പം തൊട്ട് ഈ ധനുഷ് എന്താണ് സാർ ഇന്ന് പോവാണോ, മണ്ഡപത്തിലേക്ക് പോകണോ, ഓഫീസിലേക്ക് പോകണോ എന്നൊക്കെ ചോദിച്ചതും അച്ഛൻ തടയാൻ നിന്നതും നന്ദേട്ടൻ എന്താണ് വഴക്ക് പറഞ്ഞതും അതിനുശേഷം സച്ചി പുറത്ത് വെച്ച് പറഞ്ഞില്ല അർച്ചന വിഷമിക്കേണ്ട, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അനിയത്തിനെയും എൻ്റെ ഏട്ടനെയും ഒന്നും വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ നിൽക്കത്തില്ല, ഞാൻ നേരത്തെ തന്നെ വരാടോ എന്ന് പറഞ്ഞിട്ട് പോയതും. പിന്നെ അതിനുശേഷം സന്ദീപിനെ വിളിക്കാനായിട്ടുള്ള കാര്യത്തിനെക്കുറിച്ച് അർച്ചനെ വിളിച്ച് സംസാരിച്ചതും സന്ദീപിനെ ഉറപ്പായിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞതും രാത്രി എന്താണ് 2 വട്ടം അർച്ചനെ ഫോൺ വിളിച്ചപ്പം ഒരു വട്ടം എന്താണ് സന്ദീപിനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ സച്ചി, പിന്നെ എന്താണ് സന്ദീപിനെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ, പിന്നെ ലാസ്റ്റ് സച്ചി എന്താണ് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താ വന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുന്നില്ലേ, ഈ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കാണിച്ച് അതൊക്കെ തന്നെ അർച്ചന പറയുവാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ACPക്ക് മനസ്സിലായ കാര്യം എന്തായാലും സച്ചിദാനന്ദൻ ആരെങ്കിലും സച്ചിദാനന്ദനെ കിഡ്നാപ്പ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ അതായത് മിക്കവാറും ഒരു റാൻസത്തിന് വേണ്ടി ഒരു കിഡ്നാപ്പ് ആവാനേ ചാൻസ് ഉള്ളൂ, അതായത് ഒരു പൈസ കിട്ടാൻ വേണ്ടി. കാരണം നാളെ അനിയത്തിയുടെ വിവാഹം നടക്കാനിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് സച്ചിദാനന്ദൻ്റെ ഒരു ഭീഷണിപ്പെടുത്തി സച്ചിദാനന്ദൻ്റെ കയ്യിൽ നിന്ന് പൈസ തരണം. അങ്ങനെ ആണെങ്കിൽ ഈ സമയത്തിനകം ഒരു ഫോൺ കോൾ വരേണ്ടതാണ്, പക്ഷേ ഇത്ര നേരം കൊണ്ട് വന്നില്ല, ഇതിൽ മറ്റെന്തോ കാര്യമുണ്ട്. അപ്പോൾ സച്ചിക്ക് ആരെങ്കിലും ശത്രു ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചനയ്ക്ക് പറയാൻ ഭയങ്കര അർച്ചന വിതുമ്പി നിൽക്കുവാണ്. പക്ഷേ അന്നേരത്തേക്ക് ഈ നന്ദൻ മണ്ടൻ വീണ്ടും കയറി ഇടപെട്ട് പറയുവാണ്, ഇല്ല സാർ സച്ചിക്ക് അങ്ങനത്തെ ശത്രുക്കളൊന്നും ഇല്ല എന്നുള്ള കാര്യം പറയാം, തനിക്കറിയോ തൻ്റെ ഭാര്യയെക്കാളും വലിയൊരു ശത്രുത വേറെ ആർക്കും സച്ചിയോട് ഇല്ല എന്നുള്ള കാര്യം ഈ മണ്ടൻ അറിയത്തില്ലോ. അപ്പോഴത്തേക്ക് എന്താണ് ആ ഒരു ആംഗിളിൽ സംസാരിക്കുമ്പോഴത്തേക്ക് ഇനി അടുത്ത് വീണ്ടും എന്തെങ്കിലും കൊനഷുകളാവുന്ന കയറി ചിന്തിച്ചിട്ട് ഈ അവന്തി ഉടൻ തന്നെ കയറി പറയോ, മാഡം ഇങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കല്, കാരണം ഇന്ന് രാത്രി ഇവിടെ പോലീസൊക്കെ നിന്നാൽ ഇതൊക്കെ ധനുഷിൻ്റെ വീട്ടുകാരറിഞ്ഞാൽ ചിലപ്പോൾ നാളെ നടക്കാതിരിക്കുന്ന കല്യാണം നടന്നില്ല എന്നൊക്കെ വരും എന്ന് പറയുമ്പോൾ എന്താണ് ഈ പറയുന്ന സ്നേഹിക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര പേടിയാവണം. അപ്പോഴത്തേക്ക് എന്താണ് ആ പോലീസുകാരി പറയുന്നുണ്ട്, അതെ കേരള പോലീസിൻ്റെ ജോലി എന്ന് പറയുന്നത് കല്യാണം മുടക്കുന്നതല്ല പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് അവന്തിക്ക് വളിച്ചു പോയി നിൽക്കുന്ന അവന്തിയെ പോലീസുകാരി നല്ല തുറിച്ചൊരു നോട്ടം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനാൽ തന്നെ അവന്തിക്ക് അങ്ങ് പേടിച്ച് പമ്മി നിൽക്കുവാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളത് അപ്പോൾ AC പറയുന്നുണ്ട്, നേരത്തെ തന്നെ ആ പോലീസ് ഓഫീസറിൻ്റെ പറഞ്ഞത് സച്ചിയുടെ ടവർ ലൊക്കേഷൻ അവസാനം കാണിച്ച ടവർ ലൊക്കേഷൻ ഏതാണെന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും അവർ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് പറയുമ്പോഴത്തേക്കും പറയും, സർ നമ്മുടെ പല CCTVക്കകത്തും സച്ചിയുടെ കാറ് പതിഞ്ഞത് കാണിക്കുന്നുണ്ട്, പോരാത്ത ലാസ്റ്റ് കാണിക്കുന്നത് ബീച്ച് റോഡിനകത്താണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും ACP പറയുന്നുണ്ട്, സച്ചി പറഞ്ഞത് അനിയനെ വിളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ സച്ചി അതിൻ്റെ ചുറ്റു പരിസരത്തിനകത്തുള്ള ആ സമയത്ത് തന്നെ
പെട്ടെന്ന് എന്തുകൊണ്ടായിരിക്കും ബീച്ച് റോഡിലേക്ക് മാറാൻ പോയതിൻ്റെ കാര്യം, അതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളല്ലേ. അപ്പം ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. സച്ചിദാനന്ദനെ ആരോ അപായപ്പെടുത്തിയിരിക്കുമെന്ന് തന്നെ ECP ഉറപ്പിച്ച് പറയണം. അപ്പോഴത്തേക്ക് എന്താണ് സേതുമാധവൻ പിടിച്ചിട്ട്, സാർ എൻ്റെ മോനെ എന്തെങ്കിലും ആരെങ്കിലും പൈസയ്ക്ക് വേണ്ടി പിടിച്ച് വെച്ചിരിക്കുന്നത്, പൈസയ്ക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ് സാർ, അവനെ രക്ഷപ്പെടുത്തണം, നാളെ എൻ്റെ മകളുടെ വിവാഹം നടക്കാനിരിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സാർ ടെൻഷൻ ആവണ്ട, ഞങ്ങളുണ്ടല്ലോ അന്വേഷണം പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഇൻഫർമേഷനും കൂടെ ആ ഒരു ബാക്കിയുള്ള ഇൻസ്പെക്ടർ പറയുന്നുണ്ട്. സാർ അതുപോലെ തന്നെ കാറാണെങ്കിൽ സാർ പ്രിസൈസ് ആയിട്ട് ഒരു ലൊക്കേഷൻ വരെ വന്നതിന് ശേഷം പിന്നെ നമ്മുടെ ഒരു CCTV ക്കകത്ത് സച്ചിയുടെ കാറ് പതിഞ്ഞിട്ടില്ല. അതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ ടവർ ലൊക്കേഷൻ കുറേ നേരം കൂടെ ആ ബീച്ചിൻ്റെ ഭാഗത്ത് തന്നെ കാണിക്കുന്നില്ല, വേറെ ഒരു ഭാഗത്തേക്ക് മാറിയതും കാണിക്കുന്നില്ല. സച്ചി ആണെങ്കിൽ കാറിൻ്റെ ഇൻഡിക്കേറ്റർ ആണെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് പെട്ടെന്ന് അങ്ങ് ലെഫ്റ്റിലേക്ക് തിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതുമല്ലാതെ ആ CCTV ക്കകത്ത് നമുക്ക് കാണാൻ പറ്റും സച്ചി കൂടാതെ മറ്റാരും ആ കാറിൽ ഇരിക്കുന്ന ഒരു കാര്യം നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട് സാർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഉറപ്പായി സച്ചിദാനന്ദനെ ആരോ ട്രാപ്പ് ചെയ്യും. സച്ചിദാനന്ദൻ്റെ കൂടെ തന്നെ ഒരാളുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ അർച്ചനയ്ക്ക് ഭയങ്കര കണ്ണീരും കൈയൊക്കെ ആയിട്ട് അർച്ചന ഭയങ്കര സങ്കടപ്പെടുവാണെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടപ്പെടും. കാരണം ഒന്നാമതേ കൂടെ നിൽക്കുന്നവരുടെ സ്വഭാവമൊക്കെ അറിയാമ്പം ഇങ്ങനെയും കൂടെ ഒരു കാര്യം ആകുമ്പോഴത്തേക്കും ഭയങ്കര ടെൻഷൻ. അങ്ങനെ അർച്ചന വീണ്ടും റൂമിൽ പോയെന്ന് കരയാണ്. കാരണം അന്വേഷിക്കാൻ വന്നിട്ട് ECPയും ടീമൊക്കെ അങ്ങ് ഇറങ്ങുവാണ്. ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ആ വനിതാ ഓഫീസർ ഒന്നും കൂടെ അവന്തിക്ക് അടിയും മുടിയും നോക്കുന്നുണ്ട്. നീ ഒരു പെശക എന്നുള്ള കാര്യം എനിക്ക് അറിയാടി എന്നുള്ള മട്ടിൽ തന്നെയാണ് ആ പോലീസ് ഓഫീസറിനെ നോട്ട് അത് കണ്ട് വീണ്ടും അവധിക പീഡിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത് സച്ചിനെ എന്താണ് ആ ഗുണ്ടകൾ കെട്ടിയിട്ട് സച്ചി എന്താണ് ഭയങ്കര അവശ്യ നിലയ്ക്കകത്ത് കിടന്നിട്ട് എടാ എടാ വന്നിട്ട് വിളിക്കുന്നതും ഇവിടെ ആരുമില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഈ ഗുണ്ടകളെല്ലാം ടീമായിട്ട് ആ പെണ്ണും ആണും എല്ലാവരും കൂടെ ഇറങ്ങി വന്നിട്ട് നിൻ്റെ വായൊന്ന് അടക്കി വെച്ചിട്ട് നീ വിളിച്ചാലൊന്നും ഈ പരിസരത്ത് കേൾക്കാൻ ആരുമില്ല, അതുകൊണ്ട് നിൻ്റെ വായ അടക്കി വെക്കാൻ പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന, അല്ല നിൻ്റെ വിളി കേട്ടിട്ട് നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നവരൊന്നുമല്ല. നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ചിരിക്കുന്നത് സച്ചി വയ്ക്കുമ്പോൾ അതൊക്കെ നീ അറിയേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ പേരും ഊരും അഡ്രസ്സൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല, നാളെ സമയം ആകുമ്പോഴത്തേക്ക് നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടും, അതുവരെ ഇവിടെ അടങ്ങി മിണ്ടാണ്ട് കിടന്നോണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തുമ്പോഴത്തേക്ക് സച്ചി പറയും എടാ നീ ആണാണെങ്കിൽ രണ്ട് കൈയും കെട്ടിയിടാതെ അത് അഴിച്ചു വിട്ടിട്ട് നേർക്ക് നേരെന്താണ് അടി ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ വാടെന്ന് പറയുമ്പോഴത്തേക്ക് ഇവന്മാർ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഗുണ്ടകൾ അത്ര വലിയ ആണത്തൊന്നും കാണിക്കുന്നതിന് പകരം സച്ചിയുടെ വായിൽ പ്ലാസ്റ്ററും കൂടെ ഒട്ടിച്ചങ്ങ് ഇട്ടേക്കുവാണ്. അപ്പം പിന്നെ സച്ചിക്ക് എന്താണ് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയ്ക്കകത്ത് ലാസ്റ്റ് ഇവരെന്താണ് സച്ചിയോട് പറയുന്നുണ്ട്, ഇനി നിൻ്റെ ശബ്ദം വല്ലതും പുറത്ത് കേട്ടാൽ ഇനി അതിനപ്പുറത്തോട് നീ വേല കാണിച്ചാൽ ഇവിടുന്ന് ജീവനോടാവത്തിലെ പുറത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഗുണ്ടകളെല്ലാം കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന അർച്ചന റൂമിൽ നിന്ന് കരയുന്നതും അതേ സമയത്ത് തന്നെ തന്നെ കാണിക്കുന്ന സന്ധ്യേനെക്കാളും കാണിക്കുന്നത്. അപ്പോൾ സന്ധ്യ എന്താണ് ഹോട്ടൽ റൂമിൽ ഇരിക്കുമല്ലേ, അപ്പോഴത്തേക്കും സന്ധ്യ എന്താ ലീവിന് വേണ്ടിയുള്ള കാര്യത്തിന് വേണ്ടി ഫോണൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ സന്ധ്യയുടെ റൂമിലേക്ക് ആരോ ഒരാൾ കത്തിയും കൊണ്ട് എന്താണ് ഡോർ നോക്ക് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്കും സന്ധ്യ എന്താണ് പേടിച്ച് നിൽക്കുന്നതും പിന്നെ കാണിക്കുന്ന സന്ധ്യ ഒരു കാറിൽ അയാളുടെ കൂടെ പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും സന്ധ്യ പേടിച്ചിരിക്കുന്ന സന്ധ്യ ഇങ്ങനെ ഒരു സാരിയുടെ ആ ഒരു മുന്താണിയുടെ തുമ്പിൻ്റെ അവിടെ വെച്ചിട്ട് നേരെ എന്താണ് അർച്ചനയുടെ ഫോണിലേക്ക് ഡയൽ ചെയ്യുക. അപ്പോഴത്തേക്കും അർച്ചനയ്ക്ക് വീട്ടിൽ ഫോൺ അടിക്കുമ്പോഴത്തേക്കും അതിന് മുന്നേ തന്നെ അർച്ചന അലയ്ക്കും എല്ലാവരും എനിക്ക് വേണ്ടവരെല്ലാവരും ഓരോ സ്ഥലത്തിലേക്ക് ഓരോ പ്രശ്നത്തിനകത്തായി പോലെ എന്നെ സഹായിക്കാൻ ആരും ഇല്ലല്ലോ എന്ന് അർച്ചന ചിന്തിക്കുവാണ്. ഇപ്പം നാളത്തെ എപ്പിസോഡെന്ന് കാണിക്കുക അർച്ചനയെ സഹായിക്കാനായി വരുന്ന 5 വ്യക്തികൾ ആരൊക്കെയാന്നുള്ള കാര്യമൊക്കെ നാളത്തെ എപ്പിസോഡ് വലിയൊരു ഹൈലൈറ്റ് ആണ്. അപ്പോൾ അത് കാണാം. അപ്പോൾ എന്താണ് അർച്ചന എന്താണ് ഫോൺ എടുക്കുമ്പോൾ സന്ധ്യയുടെ ഫോണല്ലേ ഉടനെ അർച്ചന എടുക്കുമ്പോഴത്തേക്കും സന്ധ്യ പറയുകയാണ് അർച്ചന ഞാൻ വലിയ പ്രശ്നത്തിനകത്ത് പറയുമ്പോഴത്തേക്കും ഈ ഇരിക്കുന്ന ഗുണ്ട എന്താണ് ഈ ഫോൺ വിളിച്ച് കണ്ട് ആ ഫോൺ കൈ പിടിച്ചിട്ട് ആ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കണം. അപ്പോൾ അർച്ചനയ്ക്ക് മനസ്സിലായി സന്ധ്യ എന്തോ പ്രശ്നത്തിലാണ്. ഈ സമയത്തിനകം വെച്ച് ആ ഇൻസ്പെക്ടറും അതുപോലെ തന്നെ വനിതാ പോലീസും കൂടെ അപ്പോഴത്തേക്കും വേറെ എന്തോ തിരക്കിലേക്ക് പോയി കഴിഞ്ഞ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ സച്ചിയുടെ കാർ കണ്ടെത്തി. അപ്പോൾ സച്ചിയുടെ കാറിൽ തന്നെയാണ് സച്ചിയുടെ മൊബൈൽ ഫോണൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് അവർ ഈ ലൊക്കേഷനിൽ തന്നെ ഈ കാറ് കിടക്കുവാന്നല്ലോ. അപ്പോൾ സച്ചി ഇവിടെ പോയി ആ ചുറ്റി പരിസരം മൊത്തം അന്വേഷണം സച്ചിയെ കാണാനില്ല. അപ്പോൾ ഇതൊക്കെ പറയാനായി അർച്ചനയെ വിളിക്കുന്നതിന് മുന്നേ തന്നെ അർച്ചന റൂമിൽ നിന്ന് ഭയങ്കര സങ്കടത്തിലല്ലേ. ആ സമയത്ത് തന്നെ അനക്ക പോയി അർച്ചനയെ ആശ്വസിപ്പിക്കാൻ നോക്കുമ്പോൾ അർച്ചന പറയുന്നത് എന്നെ എന്ത് പറഞ്ഞാലും ആശ്വസിപ്പിക്കാൻ പറ്റില്ല അനക്കെ, എനിക്ക് സച്ചിയേട്ടനെ കാണാതെ ഒരു സമാധാനം ഇല്ല എന്നൊക്കെ അനക്ക പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പുറത്ത് വാതിൽ തന്നെ അർച്ചന ബെഡ്റൂമിൻ്റെ വാതിലിൽ നിന്ന് ഈ കാമുകനും കാമുകനും അതായത് ധനുഷും അവന്തികയും കൂടെ നിന്ന് എന്താണ് അർച്ചനെ നോക്കി ആസ്വദിക്കുക. അർച്ചൻ്റെ സങ്കടം കണ്ട് ആസ്വദിച്ചുകൊണ്ട് അകത്ത് കയറി വന്നിട്ട് അയ്യോ അർച്ചന നീ സങ്കടപ്പെടേ, സച്ചി എന്തൊക്കെ പറഞ്ഞാലും നീ ഞാനും തമ്മിൽ എന്തൊക്കെ വഴക്കൊക്കെ ഉണ്ടായിട്ടെങ്കിലും സച്ചി എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ പ്രസവിച്ചിട്ടില്ലാത്ത എൻ്റെ മോനെ പോലെയല്ലേ സച്ചി, ആ സച്ചിയെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് നിന്നെക്കാളും വിഷമൊക്കെ പറഞ്ഞ് എനിക്കിത് ഹൃദയം പൊഴിയുന്ന വിഷമൊക്കെ പറഞ്ഞിട്ട് അവന്തിയുടെ വക ഭയങ്കര ഉണക്ക ഡ്രാമകളൊക്കെ അവിടെ ഇറക്കുവാണ്. ഡ്രാമ ഏറ്റുപിടിച്ചുകൊണ്ട് കാമുകൻ തകർത്തഫിനെയാണ്. കാരണം ധനുഷ് പറയുന്നുണ്ട് അർച്ചന മാഡം ഞാൻ നന്ദൻ സാറിനോട് ഇപ്പം പറഞ്ഞിട്ട് വന്നേ ഉള്ളൂ ഇങ്ങനെ സച്ചി സാറിനെ കാണാത്ത ഒരു സിറ്റുവേഷൻ കല്യാണം തൽക്കാലത്തേക്ക് മാറ്റി വെക്കാൻ. പക്ഷേ നന്ദൻ സാർ കേൾക്കുന്നില്ല. കാരണം ഇനിയിപ്പോൾ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഈ കല്യാണം ഇപ്പോഴൊന്നും നടക്കാൻ പറ്റില്ല എന്നൊക്കെ ജോത്സ്യനൊക്കെ പറഞ്ഞില്ലേ. അതുകൊണ്ട് എന്താണ് അവരാരെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും പരിശ്രമിച്ച് നോക്കി എന്നൊക്കെ പറയുമ്പോൾ അർച്ചന ദേഷ്യത്തിൽ നോക്കുവാണ്. കാരണം കല്ലി പിടിച്ച് നോക്കുക. അപ്പോഴത്തേക്കുമാണ് ഈ ഭയങ്കര അവന്തികയുടെ ഈ കരച്ചിൽ അഭിനയൊക്കെ കണ്ട് അർച്ചനയ്ക്ക് 10 ചീത്ത വിളിക്കണമെന്നുണ്ട്. പക്ഷേ പറ്റാത്ത അവസ്ഥയ്ക്ക് അർച്ചന ഇങ്ങനെ ക്ഷമ എന്താണ്
കടിച്ച് പിടിച്ചിരിക്കുക. ഒന്നാമതേ മനസ്സിൻ്റെ വിഷമം, അതിൻ്റെ കൂടെ ഇവരുടെ വകയുള്ള ഡ്രാമയും കൂടെ കാണുമ്പോഴത്തേക്കും അർച്ചനയുടെ ഫുൾ റിലേ വിട്ട് പോയി നിൽക്കുമ്പോഴത്തേക്കും ഈ അർച്ചൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. അതായത് ഇൻസ്പെക്ടർ വിളിക്കുകയാണ്. അതായത് സച്ചിയുടെ കാറ് കണ്ടെത്തി. പക്ഷേ സച്ചി അപ്പോഴത്തേക്കും അർച്ചന എന്താണ് ആ റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി ബാക്കി എല്ലാവരോടും പറയാനായിട്ട് പോവാണ്. അപ്പോഴത്തേക്ക് അവന്തിക്ക് അടുത്ത് പറയുന്നുണ്ട്, ബാ അവന്തിക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ധനുഷിന് അവന്തിക്ക് പറയുന്നുണ്ട്, എടാ ഞാൻ കരഞ്ഞ് ഈ അഭിനയം കാണിച്ച് ഞാൻ മടുത്ത്, നീ വേണമെങ്കിൽ താഴേക്ക് ഇറങ്ങി ചെല്ല്, എനിക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ എന്ന്. അവന്തിക്ക് ആ റൂമിൽ തന്നെ നിൽക്കുന്നത്. അർച്ചന എന്താണ് സച്ചിയെക്കുറിച്ച് അതിന് ചെറിയൊരു തുമ്പ്, അതിൻ്റെ ഒരു സമാധാനത്തിൽ താഴേക്ക് ഇറങ്ങിപ്പോന്ന കാണിച്ചാണ് ഇനി നാളെ കാണിക്കാൻ പോകുന്ന മാംഗല്യം സീരിയലിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസ് ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. ബൈ.